So good morning. 8086 is 16-bit processor. Like that we have advanced processor called 80286. So 8085 കഴിഞ്ഞിട്ട് 8086. After that we have 80186 and 80286. So 80286 is an IC in this shape. അതായത് dual inline package ആയിരുന്നു ഏത് 8085ഉം 8086ഉം DIP IC ആയിരുന്നു, dual inline package ആയിരുന്നു. But 80286 is this type of square IC. This is pin grid array, PGA package. So it has legs at 4 sides. 4 സൈഡിലും ലെഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ IC ആണ് 80286 എന്നുള്ളത്. അപ്പോൾ 8085 and 8086 contains lesser number of pins, 40 pins ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് പിൻ നമ്പേഴ്സ് കൂടുതലുണ്ട്. ഓക്കെ, ദെൻ കമ്പാരിസൺ ആണ്. 8086 ആണെങ്കിൽ ഡാറ്റാ ബസ് 16 ബിറ്റ് ആണ്, അഡ്രസ് ബസ് 20 ബിറ്റ് ആണ്. മെമ്മറി സൈസ് മാക്സിമം അഡ്രസബിൾ കപ്പാസിറ്റി ഈസ് 1 മെഗാബൈറ്റ്. In the case of 80286, data bus is 16 bit. അപ്പോൾ 16 bit MIPI തന്നെയാണ്. And the address bus is 24 lines. 24 lines ആകുമ്പോൾ 2^24 is equal to 16 megabyte. So the addressing capacity is 16 megabyte for this 80286. ഇവിടെ ഇതിൻ്റെ കൂടെ 386ൻ്റെയും 486ൻ്റെയും കാണിച്ചിട്ടുണ്ട്. They are of 32-bit data bus and 32-bit address bus. So it is the first member of the family which have protection abilities. Memory management protection abilities ഉള്ള ഫസ്റ്റ് പ്രോസസ്സറാണ് 80286 ഉള്ളത്. അപ്പോൾ 24-bit address bus ഉള്ളതുകൊണ്ട് the addressing capacity is 16 MB and it works in 3 frequencies: 8 MHz, 10 MHz, 12.5 MHz. അതായത് ക്ലോക്ക് സ്പീഡ്, the clock speed of the 80286 is it can work in 3 different frequencies. Memory management അകത്ത് virtual memory management and protection abilities. വിർച്വൽ മെമ്മറി എന്താണ്? മെമ്മറി വിച്ച് ഈസ് വിർച്വൽ, അതായത് അഡ്രസ്സിംഗ് കപ്പാസിറ്റിക്ക് പുറത്ത് മെമ്മറി ഉണ്ടെങ്കിൽ മെമ്മറി മാപ്പിംഗ് ഉപയോഗിച്ചിട്ട് ഇറ്റ് ക്യാൻ അഡ്രസ് വിർച്വൽ മെമ്മറീസ്. അതായത് ഫിസിക്കൽ മെമ്മറി ലൊക്കേഷൻസ് ആർ മാപ്ഡ് ടുവേർഡ്സ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. അതായത് 2^24 എന്ന് ഞാൻ പറഞ്ഞു, എത്രയാണ്? 16 മെഗാബൈറ്റ് ആണ്. അപ്പോൾ 16 മെഗാബൈറ്റ് മെമ്മറി, if you are not using 16 megabyte memory physically and if you are using only 8 megabyte memory, then the remaining 8 megabyte will be mapped in the secondary memory. അപ്പോൾ അങ്ങനെ ആ മാപ്പിംഗ് ഫിസിക്കൽ മെമ്മറി അല്ല, സെക്കൻഡറി മെമ്മറിക്ക് അതാണ്. പക്ഷേ the MIPI thinks that the full memory is available. ആ ഒരു ടെക്നിക്കാണ് we call it as virtual memory എന്നുള്ളത്. അതായത് ഫിസിക്കലി 8 MB മെമ്മറി ഉള്ളതായിരിക്കാം, ബാക്കി 8 MB അഡ്രസ്സും ആര് ക്രിയേറ്റ് ചെയ്യും? MIPI ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 8 MB വിർച്വലായിട്ട് സെക്കൻഡറി മെമ്മറിക്കകത്തേക്ക് മാപ്പ് ചെയ്യുന്ന ലോജിക്കാണ് വിർച്വൽ മെമ്മറി എന്നുള്ളത്. So memory management is done using a unit called memory management unit. അത് ഇൻ്റഗ്രേറ്റർ ആണ്, ചിപ്പിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് we call it as integrated memory management unit. Okay. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് മോഡ്സ് നോക്കാം. It has 2 different operating modes. One is real address mode and the other is protected virtual address mode.
റിയൽ അഡ്രസ് മോഡ് ആണെങ്കിൽ ഇറ്റ് ജസ്റ്റ് വർക്ക്സ് ആസ് എ ഫാസ്റ്റർ 8086. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റും പ്രൊട്ടക്ഷനും മെക്കാനിസം ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മോഡാണ് റിയൽ മോഡ് എന്നുള്ളത്. പ്രൊട്ടക്റ്റഡ് വിർച്വൽ അഡ്രസ് മോഡ് ആണെങ്കിൽ ഇറ്റ് വർക്ക്സ് വിത്ത് വിർച്വൽ മെമ്മറി കൺസെപ്റ്റ്. വിർച്വൽ മെമ്മറി കൺസെപ്റ്റ് വർക്ക് ചെയ്യും. അതുപോലെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ മീൻസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ബി ലോഡഡ് ഇൻ എ സ്പെസിഫിക് ഏരിയ ആൻഡ് ദി റെസിഡൻറ്റ് മോണിറ്റർ പ്രോഗ്രാംസ്, അതായത് ഡിവൈസ് ഡ്രൈവേഴ്സ് എല്ലാം ലോഡ് ചെയ്യുന്നതും ഒരു പ്രത്യേക ലൊക്കേഷനകത്തായിരിക്കും. അപ്പോൾ ഈ ലൊക്കേഷനിലേക്ക് വേറെ പ്രോഗ്രാംസിന് ആക്സസ് ഉണ്ടാവില്ല. ദ പ്ലേസ് വെയർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദ റെസിഡൻറ്റ് മോണിറ്റർ പ്രോഗ്രാംസ് വിൽ ബി റിസർവ്ഡ് ഫോർ ദം ഓൺലി ആൻഡ് ദി യൂസർ പ്രോഗ്രാംസ് വിൽ ബി ലോഡഡ് ഇൻ എ ഡിഫറെൻറ്റ് ഏരിയ. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോർഷൻസ് ഉണ്ടാവും ലോഡ് ചെയ്യാനായിട്ട്. ഇതാണ് പ്രൊട്ടക്റ്റഡ് വിർച്വൽ അഡ്രസ് മോഡ് എന്നുള്ളത്. സോ ഇറ്റ് യൂസസ് വിർച്വൽ അഡ്രസ്സിംഗ് ആസ് വെൽ ആസ് മെമ്മറി പ്രൊട്ടക്ഷൻ. ഇതൊരു ഒരു ഐ സിയുടെ ഫിഗറാണ്. ഇതുപോലത്തെ സ്ലോട്ടിനകത്തേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഇത് സാധാരണ ഒരു സിഫ് സോക്കറ്റാണ്, അതായത് സീറോ ഇൻസേർഷൻ ഫോഴ്സ്. അതായത് ഐസിങ് വെച്ചിട്ട് സിഫ് സോക്കറ്റിനകത്താണ് സാധാരണ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി രജിസ്റ്റേഴ്സ് നോക്കുക. സാധാരണ പോലെ തന്നെ 8086 പോലെ തന്നെ ഇറ്റ് ഹാസ് 8 16-bit രജിസ്റ്റേഴ്സ്, 4 16-bit സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്. നോക്കുക AX BX CX DX. സാധാരണ പോലെ തന്നെ 4 പെയർ രജിസ്റ്റേഴ്സ് ഉള്ളത്. AX BX CX DX 16-bit രജിസ്റ്റർ ആണ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് 2 8-bit രജിസ്റ്റേഴ്സ്. അതുപോലെ ബേസ് രജിസ്റ്ററിനകത്ത് മാറ്റമില്ല, ES SS DS ആൻഡ് CS. അപ്പോൾ മെമ്മറി സെഗ്മെൻറ്റേഷൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ 8086-നകത്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ് യൂസസ് മെമ്മറി സെഗ്മെൻറ്റേഷൻ. ആൻഡ് ദിസ് സ്റ്റാറ്റസ് വേർഡ് മീൻസ് ഫ്ലാഗ് രജിസ്റ്റർ ആണ്. ഇറ്റ് ഷോസ് ദി ഫ്ലാഗ് രജിസ്റ്റർ. IP is the instruction pointer. ഓക്കെ, ഫ്ലാഗിനകത്ത് സാധാരണ പോലെയുള്ള ഫ്ലാഗ് ഉണ്ട്. ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ് ആൻഡ് ദി ഓവർഫ്ലോ ഫ്ലാഗ്, വിച്ച് ആർ ദി conditional flags. And we have 3 more control flags called trap, interrupt and direction. ഇതെല്ലാം അറിയാവുന്നതാണ്. ട്രാപ്പ് എന്നുള്ളത്, ട്രാപ്പ് മീൻസ് സിംഗിൾ സ്റ്റെപ്പിംഗ് ആണ്. ഇൻട്രപ്റ്റ് ഫ്ലാഗ് മീൻസ് എന്താണ്, അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് the MUP receives interrupts. So the interrupts can be enabled or disabled by instructions for disabling and enabling interrupt flag. DI means disable interrupts. EI means enable interrupts. And the direction flag STD, set the direction flag. CLD, clear direction flag. So these can be used for setting the direction. Direction flag എന്താണ്, it is used by the string instructions. SI DI യൂസ് ചെയ്യുന്ന move SB, repeat SB തുടങ്ങിയുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ SI ആൻഡ് DI എന്നുള്ളത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആവണോ ഓട്ടോ ഡിക്രിമെൻ്റ് ആവണോ. എസ്പെഷ്യലി SI, സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ ഓട്ടോ ഇൻക്രിമെൻറ്റോ ഓട്ടോ ഡിക്രിമെൻറ്റോ ആവണോ എന്ന് നിയന്ത്രിക്കുന്ന ഫ്ലാഗാണ് ഡയറക്ഷൻ ഫ്ലാഗ് എന്നുള്ളത്. ഇതുകൂടാതെ ദർ ഇസ് എ മെഷീൻ സ്റ്റാറ്റസ് വേർഡ്. ഈ മെഷീൻ സ്റ്റാറ്റസ് വേർഡ് ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ എനേബിൾ എന്ന് പറ്റി കണ്ടു, PE. അപ്പോൾ ഈ ഒരു PE ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രൊട്ടക്ഷൻ മോഡ് എനേബിൾ ചെയ്യുക. സോ ദി പ്രൊട്ടക്ഷൻ മോഡ് ഈസ് എനേബിൾഡ് by loading a machine status word which contains a 1 at the last bit. അത് ലോഡ് മെഷീൻ സ്റ്റാറ്റസ് വേർഡ് എന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്, LMSW. അത് ഉപയോഗിച്ച് നമുക്ക് മെഷീൻ സ്റ്റാറ്റസ് വേർഡ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഡിങ് നടത്തുമ്പോഴാണ് അത് പ്രൊട്ടക്ഷൻ എനേബിൾ മോഡിലേക്ക് മാറുക. ബൈ ഡിഫോൾട്ട് ദ ബൂട്ടിംഗ് ഓർ ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദി 8086 is in real mode.
റിയൽ മോഡിനകത്ത് ബൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ പ്രൊട്ടക്ഷൻ എനേബിൾ ബിറ്റ് 1 ആയിട്ടുള്ള ഒരു മെഷീൻ സ്റ്റാറ്റസ് വേർഡ് LMSW ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് ലോഡ് ചെയ്യുമ്പോൾ ഇറ്റ് ചേഞ്ചസ് ടു ദി പ്രൊട്ടക്റ്റഡ് വിർച്വൽ മോഡ്. പിന്നെ അത് തിരിച്ചു വരില്ല. പിന്നെ തിരിച്ചു വരണമെങ്കിൽ വി ഹാവ് ടു റീസ്റ്റാർട്ട് ദി 80286. Okay. Then the block diagram, which is important, it has 4 parts called address unit, execution unit, bus interface unit and instruction unit. അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെയാണ് 4 യൂണിറ്റുകൾ. The address unit creates the addresses. Address unit അഡ്രസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അഡ്രസ്സുകൾ ഉപയോഗിച്ചിട്ട് മെമ്മറിക്കകത്തുനിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു. അത് പ്രീഫെച്ച് ക്യൂവിൽ പ്ലേസ് ചെയ്യുന്നു. അഡ്രസ് യൂണിറ്റ് ഉണ്ടാക്കുന്ന സീക്വൻസ് ഓഫ് അഡ്രസ്സിനകത്തുനിന്ന് മെമ്മറി ലൊക്കേഷൻസിനകത്തുനിന്ന് സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ മെഷീൻ കോഡുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡുകൾ മെമ്മറിക്കകത്തുനിന്ന് ലോഡ് ചെയ്തിട്ട് പ്രീഫെച്ച് ക്യൂവിൽ വയ്ക്കുന്നു. പ്രീഫെച്ച് ക്യൂവിനകത്തുനിന്ന് ഡീകോഡിംഗ് ക്യൂ ഉണ്ടല്ലോ. ഡീകോഡിംഗ് ക്യൂ ഈസ് ഡൺ ബൈ ദി ഇൻസ്ട്രക്ഷൻ യൂണിറ്റ്. ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഡീകോഡ് ചെയ്യുന്നു. ആ ഡീകോഡിങ്ങിനകത്തും വേണമെങ്കിൽ ക്യൂ ഉണ്ട്. അതായത് ഇഫ് ദ MIPI ഈസ് സ്ലോവർ അല്ലെങ്കിൽ ഇഫ് സം ഇൻസ്ട്രക്ഷൻ ടേക്സ് മോർ ടൈം ടു എക്സിക്യൂട്ട്, then the MIPI has the facility to store in a decoded queue. അപ്പം അങ്ങനെ 3 ഡീകോഡഡ് ഇൻസ്ട്രക്ഷൻ ക്യൂ, 3 ഇൻസ്ട്രക്ഷൻ വരെ ഡീകോഡ് ചെയ്ത് ക്യൂവിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് എക്സിക്യൂട്ടഡ് ബൈ ദി എക്സിക്യൂഷൻ യൂണിറ്റ്. ഓക്കെ, ഇതിനകത്ത് in bus unit we have we can see 2 pins called PE request and PE acknowledge. So there it is used for processor extension interface. Okay, so processor വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോ പ്രോസസർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് the 80286 supports co-processor and it is communicated using PE REQ and PE acknowledge. Okay, the others are similar to 8086. So it is divided to 4 units: address unit, bus interface unit, instruction unit and execution unit. Address unit ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Calculate the physical addresses. അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അഡ്രസ്സ് കൊടുക്കുന്നു. ബസ് യൂണിറ്റ് ആണെങ്കിൽ മെമ്മറിക്കകത്തുനിന്ന് പ്രീഫെച്ച് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് പ്രീഫെച്ച് ക്യൂവിനകത്തുനിന്ന് ഓരോ ഇൻസ്ട്രക്ഷൻ എടുത്ത് ഡീകോഡ് ചെയ്യുന്നു. എക്സിക്യൂഷൻ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ അഗൈൻ ലുക്ക് അറ്റ് ദി ബ്ലോക്ക് ഡയഗ്രാം. ഇറ്റ് ഹാസ് 4 യൂണിറ്റ്സ്: അഡ്രസ് യൂണിറ്റ്, bus unit, instruction unit and execution unit. Okay, അപ്പോൾ if a question comes as explain 80286, then you have to write the different flags, then draw the block diagram, explain each diagram. Then you have to write explain the 2 operating modes, real mode and virtual protection mode. അതുപോലെ number of address lines 24 ആണ്. Addressing capacity is 16 MB and the remaining are similar to 8086. It supports 3 clock frequencies. Okay.